ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിൽ അതേസമയം പൊട്ടിത്തെറിയുണ്ടായിരിക്കുന്നു. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന മകൾ രോഹിണി ആചാര്യ കുടുംബവുമായുള്ള ബന്ധവും രാഷ്ട്രീയവും വീക്ഷിക്കുന്നതായി രോഹിണി വ്യക്തമാക്കി. ബാലു തുടരുന്നുണ്ട്. ബാലു, കുടുംബത്തെ സംബന്ധിച്ചോളം രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളുകളാണ് ഇവരൊക്കെയും. അപ്പോൾ ഈ വരുന്ന കനത്ത ആഘാതം കുടുംബ ബന്ധങ്ങളെ പോലും ഉലയ്ക്കുകയാണോ? ഇപ്പോൾ മകൾ എടുത്തിരിക്കുന്ന നിലപാടെന്താണ്? മറ്റാരുടെയെങ്കിലും പ്രതികരണം ഇത് സംബന്ധിച്ച് വരുന്നുണ്ടോ? പ്രതീഷ്, RJDയിലെ 1-ാം നമ്പർ കുടുംബം എന്നറിയപ്പെടുന്ന ലാലു കുടുംബത്തിലാണ് ബീഹാറിലെ ഈ കനത്ത പരാജയത്തിന് ശേഷം വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ഈ ലാലു പ്രസാദ് യാദവിന്റെ റാബ്രി ദേവിയുടെയും മകളായ രോഹിണി ആചാര്യാണ് താൻ രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നുവെന്നും രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുന്നുവെന്നും തനിക്ക് കുടുംബവുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നുവെന്നും ഈ ഇതിൽ, അതായത് ഈ എക്സിൽ കുറിച്ചിരിക്കുന്ന പോസ്റ്റിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. തേജസ്വി യാദവിന്റെ ഉപദേശകനായ സഞ്ജയ് യാദവ്, രാജ്യസഭാ അംഗമായ സഞ്ജയ് യാദവിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം ഇപ്പോൾ ഈ രോഹിണി ആചാര്യ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. തേജസ്വി യാദവിന്റെ ഉപദേശകനായ സഞ്ജയ് യാദവും റമീസും പറഞ്ഞത് പ്രകാരമാണ് താൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതെന്നാണ് രോഹിണി ആചാര്യ പറഞ്ഞിരിക്കുന്നത്. രോഹിണി ആചാര്യയുടെ ഭർത്താവാണ് റമീസ്, ഉത്തർപ്രദേശ് സ്വദേശിയാണ്. ഏതായാലും ലാലു കുടുംബത്തിനുള്ളിൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയം വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നാണ് രോഹിണി ആചാര്യയുടെ ഈ തീരുമാനത്തിലൂടെ പുറത്ത് ലഭിക്കുന്ന സന്ദേശം. ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ബീഹാറിലെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഉണ്ടാക്കുന്ന അനുരണനങ്ങൾ അത് ചെറുതല്ല. ലാലു പ്രസാദിന്റെ കുടുംബത്തെ പോലും ഇത് ബാധിച്ചിരിക്കുന്നു. മകളടക്കം അങ്ങനെ പാർട്ടി ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ശക്തമായ നിലപാട്, കുടുംബ ബന്ധം പോലും ഉപേക്ഷിക്കുന്നു എന്നാണ് രോഹിണി ഇപ്പോൾ പ്രതികരിക്കുന്നത്.